ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ യാത്രാസ്നേഹി. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര വന്നിരിക്കുകയാണ് കേട്ടോ. ഈ വർഷം ഇപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വന്നുവല്ലോ. ഇന്ന് 24-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ വെക്കേഷനായി. അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ ഒരു യാത്ര വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ഞങ്ങൾ അധികം യാത്രയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെക്കേഷൻ ആവാൻ കാത്തിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കർണാടകയിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ വർഷവും ഇപ്പോൾ ഒരു 3-4 വർഷമായിട്ട് ഓരോ ഇൻ്റർനാഷണൽ ട്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വർഷം ഞങ്ങൾ അത് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം യാത്ര ചെയ്യാൻ താല്പര്യത്തോടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ ഇന്ത്യയിൽ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ എന്ന് വെച്ചാൽ ഇന്ത്യ കണ്ട ശേഷം മറ്റ് രാജ്യങ്ങൾ കാണുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം നമ്മൾ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളൊരു വാവ് എന്ന് പറയില്ല, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ. അപ്പോൾ ആ ഒരു വാവ് ഇഫക്റ്റ് നമ്മുടെ ഇന്ത്യയിലുള്ള പല കാര്യങ്ങളും കണ്ട ശേഷം പോയി കാണുമ്പോൾ ആ വാവ് ഇഫക്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയും. കാരണം നമ്മുടെ നാട്ടിലും അതുപോലുള്ള വലിയ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ കാണണം ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്താനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സാറിൻ്റെ ഒരു കൃതിയാണ്. അദ്ദേഹം ജയിലിലിരിക്കുമ്പോൾ എഴുതിയ ഒരു കൃതിയായിരുന്നു, ഒരു ബുക്കാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാനത് വായിച്ചിട്ടില്ല, പക്ഷേ എനിക്കത് വായിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മലയാളത്തിൽ വായിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അത് വായിക്കാൻ എനിക്ക് മലയാളത്തിലുള്ള ബുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ വായിക്കാതിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ത്യയെ കണ്ടെത്താനായിട്ട് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് കർണാടക വഴി കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ ബാംഗ്ലൂരിലെ ഗാന്ധിനഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്. ഞങ്ങളിവിടെ 2 ദിവസം സ്റ്റേ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നല്ല ട്രാഫിക് ഉണ്ട് ഇവിടെ. ബാംഗ്ലൂരിലെ ട്രാഫിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ട്രാഫിക്കാണ്. അങ്ങനെ ട്രാഫിക്ക് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഒരു ഏകദേശം 5:30 കഴിഞ്ഞ് എത്തുമ്പോൾ ഇന്ന് രാവിലെ 6:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. താഴെ തന്നെ നമ്മൾ നല്ല സ്ട്രീറ്റിൽ തന്നെയാണ് വന്ന് റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്ട്രീറ്റിന് പുറത്ത്, ഞങ്ങളുടെ റൂമിന് പുറത്തുള്ള കാഴ്ചയാണ്. ഫുഡ് സ്ട്രീറ്റുകളും അതുപോലെ പർച്ചേസ് ചെയ്യാനും ഡ്രസ്സ്, ചെരുപ്പ് പോലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള നല്ല സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചകളെല്ലാം നമ്മുടെ ചാനലിലൂടെ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമ്മളൊന്ന് റൂമിൽ വന്ന് ഫ്രഷപ്പായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി വിധാൻ സൗധ കാണാമെന്നുള്ള ഉദ്ദേശമാണ്. 2-3 കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്, ഓരോ ദിവസം ഓരോ ഐറ്റിനറി ആയിട്ട്. പക്ഷേ അത്രത്തോളം ഇവിടെ നടക്കില്ല. കാരണം അറിയാമല്ലോ, ഇവിടെ ഭയങ്കര ഹെവി ട്രാഫിക്കുള്ള ഒരു ടൗണാണ് ബാംഗ്ലൂർ എന്ന് അറിയാമല്ലോ. അപ്പം ഇപ്പോൾ വിധാൻ സൗധയിലേക്കാണ് ഇനി പോകുന്നത് കേട്ടോ. അവിടെ വെച്ചിട്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം. ഊബറോട്ടോ ഈ കാണുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചില്ലേ പുനീത് രാജ്കുമാർ എന്ന് പറഞ്ഞൊരു സിനിമാ നടൻ, അദ്ദേഹത്തിൻ്റെ പ്രതിമയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു ചായ കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വന്നതിലൊന്ന് ടയേർഡായി. അപ്പോൾ ഇവിടെ ഒരു വൃന്ദാവൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിലേക്ക് കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ചായ കുടിക്കാം. നമ്മുടെ കൂടെ വന്ന ഡ്രൈവറാണ് ഇരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ തന്നെ വീടിനടുത്തുള്ള ആളാണ്. ഒരുപാട് കാലമായി ഡ്രൈവിങ്ങിൽ എക്സ്പീരിയൻസും ഉണ്ട്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് ഷംസൂക്ക. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ കൂടെ ഡ്രൈവിങ് വന്നിരിക്കുന്നത്. ഇത്രയും ദൂരെയായിട്ടുള്ള യാത്രയല്ലേ, അതുകൊണ്ട് തന്നെ ഡ്രൈവിങ് ചെയ്തിട്ട് ഈ കാഴ്ചകൾ കാണാനും കൂടെ നടക്കുമ്പോൾ ഭയങ്കര ടയേർഡാവുമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തെയും കൂടെ വിളിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾ 2പേരും വടയാണ് കേട്ടോ വാങ്ങിയത്. ഞങ്ങൾ ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. ഇനി പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാമല്ലോ. അപ്പോൾ വെറുതെ ഓരോന്ന് കഴിക്കണ്ടല്ലോ എന്ന് കരുതി ചായ മാത്രമേ കുടിക്കുന്നുള്ളൂ. Iya nih
അടിപൊളി വൈബാണ് കേട്ടോ ഇവിടെ. നമ്മൾ തായ്ലൻഡിൽ പോയ അതേ വൈബ്. കല്ലിൽ തീർത്ത കാവ്യം എന്നറിയപ്പെടുന്ന കർണാടകയിലെ ലെജിസ്ലേറ്റീവ് ബിൽഡിങ്ങിന്റെ മുമ്പിലാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. വിധാൻ സൗധ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ലെജിസ്ലേറ്റീവും സെക്രട്ടേറിയറ്റും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ലെജിസ്ലേറ്റീവ് ബിൽഡിംഗ് ആണിത്. 1952 ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 1956 പണി പൂർത്തിയാവുകയും ചെയ്തു. ഈ ബിൽഡിംഗ് പണിയുന്നതിനുള്ള തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശ്രീ ജവഹർലാൽ നെഹ്റുവാണ്. വലിയ താഴികക്കുടവും പില്ലറുകളും കല്ലിൽ തീർത്ത കൊത്തുപണികളോട് കൂടിയ ഈ ബിൽഡിംഗ് മേജർ ലാൻഡ്മാർക്ക് അഥവാ ജനാധിപത്യത്തിന്റെ ഏറ്റവും മേജർ ലാൻഡ്മാർക്കായി അറിയപ്പെടുന്നു. നിയോ ദ്രാവിഡിയൻ ആർക്കിടെക്ചറും ഇൻഡോ സാസനിക് സ്റ്റൈലുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സെൻട്രൽ ഡോം, വലിയ പില്ലറുകൾ, കൊത്തുപണികൾ ചെയ്ത മതിൽക്കെട്ടുകൾ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാൾ, കൗൺസിൽ ചേംബർ, ബാങ്കറ്റ് ഹാൾ, ഗവൺമെന്റ് ഓഫീസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ മന്ദിരം. അന്നത്തെ ജയിൽ പുള്ളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ജോലിക്കാർ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനായി അഹോരാത്രം പണിയെടുത്തിട്ടുണ്ട്. 60 ഏക്കറിലായി 5,50,000 സ്ക്വയർ ഫീറ്റിലാണ് ഈ മന്ദിരം നിലകൊള്ളുന്നത്. രാജ്യത്തിന് സമർപ്പിച്ച അമ്പലം എന്നാണ് നെഹ്റു ഈ മന്ദിരത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അന്നത്തെ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന കെങ്കൽ ഹനുമന്തയ്യാണ് ഈ മന്ദിരത്തിന്റെ നിർമ്മാണത്തിന് മുൻകൈയെടുത്തത്.